അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ തേങ്ങ ഒന്നും ചിരകിയെടുക്കാതെ തേങ്ങാപ്പാൽ വെച്ചിട്ട് ഒരു അടിപൊളി ഹെൽത്തി സ്വീറ്റാണ്. വളരെ കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും, അത്രയ്ക്ക് നല്ല സോഫ്റ്റും ടേസ്റ്റും ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഈ സ്വീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് നമുക്ക് തേങ്ങയാണ്. ഇപ്പോൾ ഞാൻ 2 ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. വലിയ തേങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. വെള്ളം തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇനി ഇത് മൂടിക്കെടുത്ത് ഒന്ന് ആവിയേറ്റി എടുക്കാം. ഇപ്പോൾ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, തേങ്ങാ മുറിയിലെല്ലാം ആവി കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവി കയറ്റി എടുത്തത് കൊണ്ട് തേങ്ങ വെന്ത് പോവുകയോ തേങ്ങയുടെ ടേസ്റ്റിന് വ്യത്യാസം വരികയോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പച്ച തേങ്ങയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ തേങ്ങയ്ക്കും ഉള്ളത്. കുറച്ച് വലിപ്പമുള്ള ഇഡ്ഡലി ചെമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തേങ്ങ ഇതുപോലെ ആവി കയറ്റി എടുക്കാൻ പറ്റും. ആവി കയറ്റി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തേങ്ങാ മുറി ആവി കയറ്റുന്ന സമയത്ത് കമഴ്ത്തി വെക്കരുത്. എന്നാൽ പിന്നെ ആവി കയറ്റി കഴിഞ്ഞാൽ ഈ തേങ്ങയിൽ നിന്നും ആവി ഇറങ്ങി തേങ്ങയുടെ താഴ്ഭാഗം ഒരു ബ്രൗൺ കളറാകും. ഇപ്പോൾ തേങ്ങയുടെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി തേങ്ങാമുറി ഒരെണ്ണം ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. ഇനി തേങ്ങാമുറിയുടെ എല്ലാ ഭാഗത്തും കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം. ഇതുപോലെ കത്തി വെച്ച് ഒന്ന് വിടിയിച്ച് കൊടുക്കുമ്പോൾ തന്നെ തേങ്ങാമുറി ഇളകി വരുന്നത് കാണാൻ പറ്റും. എന്ത് ഈസി ആയിട്ടാണ് നമ്മൾ തേങ്ങാമുറി ഇതുപോലെ വിടിയിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാ തേങ്ങാമുറിയും ചിരട്ടയിൽ നിന്ന് ഈസി ആയിട്ട് ഇതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് തേങ്ങയുടെ ബ്രൗൺ ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടു ആവശ്യത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്രൗൺ ഭാഗം ഒന്നും കളയേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇളക്കിയെടുത്ത തേങ്ങ ചെറിയ പീസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത തേങ്ങ എത്ര കപ്പ് ഉണ്ടെന്ന് ഒന്ന് അളന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, 2 കപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെസിപ്പിക്ക് 2 കപ്പ് തേങ്ങയാണ് ആവശ്യം. ഇനി മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ മുഴുവനും ഇട്ട് കൊടുക്കുക. ഇനി തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കുക. തേങ്ങ പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരേ സ്പീഡിലിട്ട് പൊടിക്കാതെ നിർത്തി നിർത്തി വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പൾസ് ചെയ്ത് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തേങ്ങയിൽ നിന്നും എണ്ണ ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ചിരകിയെടുത്ത തേങ്ങ പോലെ തന്നെയുണ്ട്. എത്ര ഈസി ആയിട്ടാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറേ തേങ്ങ എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് ഫ്രീസറിൽ കുറേ ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കുറച്ചായിട്ട് നമുക്ക് ഫ്രീസറിൽ നിന്ന് കുറച്ച് തേങ്ങ എടുത്താൽ മാത്രം മതിയാകും. ഇനി തേങ്ങാപ്പാൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ചെടുത്ത തേങ്ങ ഒന്ന് അടിച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ 250 ml കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി തേങ്ങ 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അടിച്ചെടുത്ത തേങ്ങ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു ബൗളിൽ ജ്യൂസൊക്കെ അരിക്കുന്ന ഒരു അരിപ്പയാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ അരിച്ചെടുക്കാൻ പറ്റും. ഇനി അടിച്ചെടുത്ത തേങ്ങ ഈ അരിപ്പയിൽ മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി കൈ കൊണ്ട് മുറുക്കി പിഴിഞ്ഞ് തേങ്ങാപ്പാൽ അടിക്കുകയോ അല്ലെങ്കിൽ സ്പാച്ചിലോ ഒരു സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്ത് ഇതുപോലെ മുഴുവൻ തേങ്ങാപ്പാലും എടുത്താൽ മതിയാകും. ഇപ്പോൾ ഞാൻ മുഴുവൻ തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സ്വീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1-ാം പാൽ മാത്രമേ എടുക്കുന്നുള്ളൂ, 2-ാം പാൽ എടുക്കുന്നില്ല. ഇപ്പം നമ്മൾ തേങ്ങാപ്പാൽ അരിച്ചെടുത്തത് നമ്മൾ ജ്യൂസ് അരിക്കുന്ന അരിപ്പയിൽ കൂടിയാണ്. അപ്പോൾ ആ തേങ്ങയുടെ ചെറിയ ചെറിയ കൊത്തുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചായ അരിക്കുന്ന ചെറിയ ഹോളുള്ള അരിപ്പയിൽ കൂടി ഒന്നുകൂടി അരിച്ചെടുക്കാം. ഇപ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ കൊത്ത് നമുക്ക് മാറ്റാം. ഇപ്പോൾ കണ്ടില്ലേ, തേങ്ങ ചിരകി എടുക്കാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ 1-ാം പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ, 2-ാം പാൽ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തേങ്ങാക്കൊത്ത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കറിയുടെ കൂടെയോ അല്ലെങ്കിൽ പലഹാരങ്ങളുടെ കൂടെയോ ഉപയോഗിക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ ഇത് പിഴിഞ്ഞെടുത്ത ഈ തേങ്ങ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തേങ്ങയുടെ കളർ മാറാതെ വറുത്തെടുത്ത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഈ തേങ്ങാപ്പാലിൽ നിന്നും 1/2 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് മാറ്റാം. ഇനി ഒരു ബൗളിൽ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലോർ എടുക്കുമ്പോൾ കുത്തി നിറച്ചെടുക്കാതെ ലെവൽ ചെയ്ത് വേണം കോൺഫ്ലോർ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ എടുത്ത 1/2 കപ്പ് തേങ്ങാപ്പാൽ മുഴുവനും ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ ഇതൊന്ന് കലക്കിയെടുക്കാം. ഫ്ലെയിം ഓണാക്കി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റ് മധുരമാണ്. ഇനി തേങ്ങാപ്പാലും പഞ്ചസാരയും ഒന്ന് ഇളക്കി കൊടുക്കാം.
കൊടുക്കാം. ഫ്ലെയിം കൂട്ടിയിടരുത്. ഫ്ലെയിം കൂട്ടിയിട്ടാൽ തേങ്ങാപ്പാൽ നല്ലതുപോലെ ഒന്ന് ചൂടായി പിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തേങ്ങാപ്പാൽ ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ചൂട് ആവരുത്. ഇനി ഈ ഒരു സമയം നമ്മൾ കലക്കി മാറ്റി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിന്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോറിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കോൺഫ്ലോറിന്റെ മിക്സ് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ ആയതുകൊണ്ട് കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇപ്പൊ കണ്ടില്ലേ ചെറിയ ചെറിയ കട്ടകൾ പോലെ കോൺഫ്ലോർ കിടക്കുന്നത്. അപ്പൊ കോൺഫ്ലോർ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്തോറും കട്ടകളെല്ലാം ഒന്ന് ഉടഞ്ഞ് നല്ല സ്മൂത്ത് ആയി കിട്ടും. കോൺഫ്ലോർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. ഒരുപാട് സമയത്തിന്റെ ഒന്നും തന്നെ ആവശ്യമില്ല. ഇതുപോലെ കോൺഫ്ലോർ കുറുകി വരുന്ന ആ ഒരു സമയത്ത് ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ നിന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുക്കുക. ഇനി നന്നായിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇപ്പൊ തേങ്ങാപ്പാലും കോൺഫ്ലോർ എല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയോ വാനില എസൻസോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ആ കോൺഫ്ലോറിന്റെ ആ ഒരു ചുവയൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ നല്ലോണം കുറുകി നല്ല സ്മൂത്ത് ആയിട്ട് ഇതാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിലോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ നെയ്യാണ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നെയ്യ് ബ്രഷ് ചെയ്ത ബൗളിൽ കോൺഫ്ലോറിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ബൗൾ ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സ് ബൗളിൽ ഒഴിച്ചു കൊടുത്ത ഉടൻ തന്നെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്തും കൂടി കൊടുക്കാം. ഇപ്പം ഞാൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം 2 മണിക്കൂർ ഇത് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞ് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ നല്ല സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ സൈഡൊക്കെ കൈവച്ച് പതിയെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്യാം. ഇടുമ്പോ തന്നെ വീഴുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പൊ കണ്ടില്ലേ നല്ല ജെല്ല് പോലെ ഇരിപ്പുണ്ട്. ഒരു പുഡിംഗ് റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ്. തേങ്ങാപ്പാൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. ഒട്ടും ഒട്ടിപ്പിടിക്കുകയോ പൊടിഞ്ഞോ ഒന്നും പോയിട്ടില്ല. അതാ കണ്ടില്ലേ ജെല്ല് പോലെ ഇരിപ്പുണ്ട്. ഇത് വാനില എസൻസ് ഒക്കെ ചേർത്തത് കൊണ്ട് ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് ആണ് കിട്ടുന്നത്. ഇനി കട്ട് ചെയ്തെടുത്ത പീസ് ഒന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ എത്രമാത്രം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്